ഹായ് ഹലോ ഗൈസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് നമ്മുടെ ബസ്സിൻ്റെ വർക്കിന് വേണ്ടി കൊണ്ടുപോവാണ്. ഇതാണ് നമ്മൾ ഇപ്പോൾ ഉള്ള ബസ്. നമ്മൾക്ക് ഇത് നമ്മൾ പണിതിറക്കുമ്പോൾ വേറെ ലെവലായിരിക്കും. ഇങ്ങനെയാണ് നമ്മുടെ ബസ് ഇപ്പോൾ ഇരിക്കുന്നത്. നിങ്ങൾ ആ കടയിൽ കൊണ്ടുപോയി കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ നിങ്ങളൊന്ന് കാണണം. നമുക്കിനി വണ്ടി എടുത്തേക്കാം. ഗൈസ്, വണ്ടി ഓണാവുന്നില്ല. ഓണാവ് ഗൈസ്. ഓണായി. ഓക്കെ, പോയേക്കാം. പെതുക്കെ പോവാം, അല്ലെങ്കിൽ വണ്ടി വീണ്ടും ഓഫായാലും. ഗൈസ്, പെതുക്കെ അങ്ങ് പോയേക്കാം. നമ്മളൊരു ത്രില്ല് വഴി കൂടാണ് നമ്മൾ പോകുന്നത്. ഭയങ്കര വളവും ഇങ്ങനെ പോകുന്ന വഴിയാണ്. ഈ ബസ്സൊക്കെ അവിടെ വളയുമെന്ന് തന്നെ സംശയം. ഗൈസ്, നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഇവിടെ ഒരു ഓട്ടോക്കാരൻ ആക്സിഡൻ്റ് ഉണ്ടാക്കി വെച്ചേക്കുമെന്ന് തോന്നുന്നു. നമ്മൾ വളച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ അങ്ങ് പോയേക്കാം. കുറച്ച് ദൂരമുണ്ട് അവിടെ എത്താൻ. ഗൈസ്, അങ്ങോട്ട് ഓടിയെത്തുന്നില്ലല്ലോ. നമ്മളിപ്പോൾ ഹൈവേ കയറിയിട്ടുണ്ട്. നമുക്ക് നേരെ പോയേക്കാം. ഗൈസ്, ഇവിടെ എന്ത് ബ്ലോക്ക് ഉണ്ടാക്കി വെച്ചേക്കുന്നു. ഇവിടെ നല്ല ബ്ലോക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെങ്ങനെ ഓവർടേക്ക് കയറി പോകും? ഗൈസ്, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. ഗൈസ്, ഈ കാറുകാരൻ സൈഡ് തരുമെന്ന് തോന്നുന്നില്ല. അപ്പുറത്തെ വഴി കൂടെ മാറിയായിരുന്നു. ആ ട്രക്കിനെയും കൂടെ അങ്ങനെ മാറ്റി അങ്ങ് പോയായിരുന്നല്ലേ. നേരെ പോവാം. ഗൈസ്, നമ്മുടെ സ്ഥലം എത്തി. ഈ വഴി കൂടെ ഈ മലയുടെ ഏറ്റവും ടോപ്പ് എത്തുമ്പോഴാണ് നമ്മുടെ കട വരുന്നത്, വർക്ക്ഷോപ്പ്. ഇത് ഒരു ചെറിയ റോഡാണെന്നും അടിപൊളി. നമ്മൾ എന്തോത്തിനിറങ്ങിയാലും ഒരു മഴ കാണും, അത് ഉറപ്പാണ്. നമുക്ക് വെളിയിറങ്ങി വണ്ടി ഓടിക്കാൻ പറ്റും. വളച്ച് കുറച്ച് പാടാണ്. നമ്മളിനി വണ്ടി പണിതിറക്കുമ്പോഴേ മഴയായിരിക്കുമോ? സംശയമാണ്. അങ്ങനെ തന്നെ ആയിരിക്കും മിക്കവാറും. മഴയായിരിക്കും. നമ്മൾ ബസ്സിൻ്റെ ചേസ് എടുക്കാൻ പോയപ്പോഴും ഒടുക്കത്തെ മഴയായിരുന്നു. ഇപ്പോഴും അത് തന്നെ ആയിരിക്കും. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. മഴ പോയി. മണ്ടോഷം എത്തുന്നതിന് മുമ്പേ മഴ പോയി. വർക്ക്ഷോപ്പിന് ഇനി കുറേ ദൂരമുണ്ട്. ഗൈസ്, കണ്ടോ, ഭയങ്കര വലിയ വളവാണ് വരുന്നത്. ബസ്സൊക്കെ വളയുമ്പോൾ ഭയങ്കര പാടാണ്. പക്ഷെ നമ്മൾ പ്രോ റൈഡറായതുകൊണ്ട് പിന്നെ വളച്ചങ്ങ് നിർത്തും. ഗൈസ്, ഈ സ്വിഫ്റ്റുകാരെ കുറേ നേരമായിട്ട് മുമ്പ് ബ്രേക്ക് പിടിച്ച് കളിക്കുന്നുണ്ടല്ലോ. സ്വിഫ്റ്റുകാരൻ നിരപ്പുള്ള സ്ഥലത്ത് പറപ്പിച്ച് പോവുകയും ചെയ്യും. അത് ജസ്റ്റ് ആ പോസ്റ്റ് ഇടിക്കണ്ടായിരുന്നു. ഇങ്ങനത്തേക്ക് വളവ് എന്തോത്തിനാണ്? സ്ട്രെയിറ്റ് ഡോർ ഉണ്ടാവും. ഇങ്ങനത്തേക്ക് വളവ് എന്തോത്തിനാണ്? സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴി ഉണ്ടാക്കിക്കൂടെ? ഈ വളവൊന്നും വേണ്ടായിരുന്നു. ഏറ്റം കയറാനില്ലേ, വളഞ്ഞ് കയറാനായിരിക്കും. ഗൈസ്, നമ്മൾ ഈ വണ്ടിക്ക് ഇടാൻ പോകുന്ന പേര് കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേരാണ് ഇടാൻ പോകുന്നത്. ഗൈസ്, ഈ വളവ് ഇന്നൊന്നും തീരുന്നില്ലെന്ന് തോന്നുന്നു. ഈ സ്വിഫ്റ്റുകാരനെ ഒന്ന് ഓവർടേക്ക് ചെയ്തായിരുന്നു ഒരു മനസ്സുഖമായിരുന്നു. കുറേ നേരമായിട്ട് നോക്കുക. കാരണം ഡേഞ്ചർ ഓവർടേക്ക് ഉണ്ട് അവർ. ഓവർടേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചേ സ്വിഫ്റ്റിനെ വിളിച്ച് ഓപ്പോസിറ്റ് ഒരു സ്വിഫ്റ്റ് വന്നു. ഇത് ചെയ്യാനെന്ന് പറയാം. ഓവർടേക്ക് ചെയ്യാൻ നല്ല അവസരം. എന്താ മനസ്സുഖം. പക്ഷെ വണ്ടി കൂടെ വന്നായിരുന്നു ഒരു ഇടിയും കൊണ്ട് ഇരിക്കുക.
മുമ്പിലൊരു ഓട്ടോക്കാരൻ. നമ്മുടെ വർക്ക്ഷോപ്പ് എത്താറായിട്ട് ഇനി ഒരു 2 വളവും കൂടെ ഉണ്ടെന്നാ ഇനിയും എൻ്റെ തോന്നുന്നു. ഈ വണ്ടിയൊന്നും വരത്തില്ലെന്നാ ഞാൻ വന്നില്ല. ഭാഗ്യം. മിക്കവാറും ഈ വളവിന് മിക്കവാറും വണ്ടി വരും. വിചാരിച്ച പോലെ ഒരു ഞാൻ കയറി മുമ്പിൽ ചാടി. നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമ്മൾ റൈറ്റ് തൊട്ട് റോഡിൻ്റെ സൈഡാണ് നമ്മുടെ ഇത് വരുന്നത്. റൈറ്റ് ഇവിടെ ഈ സൈഡിൽ കാണുന്നതാണ് നമ്മുടെ വർക്ക്ഷോപ്പ്. വണ്ടി നല്ല അഴുക്കായിട്ട് മുമ്പ് ആൾ കിടക്കുന്നു, മാറി കിടക്കുന്നു. ബസ് വരുന്ന വണ്ടിക്ക് ഇവർക്കൊന്നും ഒരു ബോധമില്ല. ബസ് വരുന്നു, പാണ്ടിലോറ് വരുന്നു, ആ ഒരു മുമ്പിൽ കയറി എന്നെ കൊന്നാലും എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയും. ഇനി ഇവിടുന്ന് റിവേഴ്സ് എടുത്തിടാം, അതായിരിക്കും നല്ലത്. കുറച്ചും കൂടെ ബാക്കിലോട്ട് കയറുമെന്ന് തോന്നുന്നു. മതിയെന്ന് തോന്നുന്നു. മതി ഇറങ്ങാൻ. ഗൈസ് ഇനി നമ്മൾ പോവാണ്. ഗൈസ് നിങ്ങളിത് കാണണം. ഇതാണ് നമ്മുടെ വണ്ടിയുടെ പഴയ ലുക്ക്. നോക്കിക്കാണേ, ശ്രദ്ധിച്ച് നോക്കിക്കോളും. ഇത് പഴയ ലുക്കാണ്. ഈ സൈഡൊക്കെ ഉണ്ടോ? സൈഡൊക്കെ നമ്മൾ കുറച്ചും കൂടെ താക്കും. എന്നിട്ട് ഇവിടെ കുറേ സാധനമൊക്കെ ഫിറ്റ് ചെയ്യുന്നതായിരിക്കും. ഇവിടെയൊക്കെ നല്ല സാധനങ്ങളൊക്കെ എടുത്ത് ഫിറ്റ് ചെയ്യും. ഫ്രണ്ടിലായിരിക്കും അടിപൊളി അപ്ഡേറ്റ് വരുന്നത്. നല്ല അപ്ഡേറ്റ് ഫ്രണ്ടിലായിരിക്കും വരുന്നത്. ബാക്കി അപ്ഡേറ്റൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. ഇനി നമുക്ക് ഈ സൈഡും കൂടെ കാണിക്കും. വൈപ്പറൊക്കെ ഓണാക്കിയിട്ടേക്കും. വൈപ്പർ ഓഫ് ആക്കട്ടെ. ഓക്കെ, ആണ് ബസ്. വൈപ്പർ വീണ്ടും ഓണായി. ഗൈസ് നമ്മൾ കുറേ നേരം കഴിഞ്ഞ് നമ്മുടെ ബസ് പണിതെടുത്തിട്ടുണ്ട്. ഗൈസ് കണ്ടോ, ഇതാണ് നമ്മുടെ ബസ്. മുകളിൽ ടോപ്പ് ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസിൻ്റെ സൈഡിലൊക്കെ വെക്കുന്ന ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതിൻ്റെ അടിയിൽ നോക്കി ഇതിന് വോക്കലൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. 2-3 വെച്ചിട്ടുള്ളൂ. ഇതാണ് കുറച്ച് ഇൻറ്റീരിയർ അകത്തൊക്കെ കയറി കാണിക്കാം. ഇവിടെയൊക്കെ ഇൻറ്റീരിയറൊക്കെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ലൈറ്റ് സെറ്റപ്പ് കണ്ടോ. ബാക്കിൽ എക്സോസ്റ്റിൻ്റെ കൂട്ടൊക്കെ ആനയൊക്കെ വെച്ചിട്ടുണ്ട്. വണ്ടിയുടെ സ്കേർട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് ഏതാ ലുക്കെന്ന് നിങ്ങളൊന്ന് നോക്കി. നമുക്കിനി വണ്ടി കയറി ലൈറ്റൊക്കെ ഒന്ന് ഓണാക്കി കാണിക്കാം. ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ. ഇവിടെ ആംപ്ലിഫയറൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ട 2 സ്പീക്കർ നമ്മൾ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ബാക്ക് വശമൊക്കെ ഇതാണ്. ഡോറൊക്കെ ഓപ്പണാണ്. ലൈറ്റ് ഓണാക്കി കാണിക്കാം. ഇതാണ് ലൈറ്റ് കണ്ടോ, അടിപൊളിയില്ലേ. നെയിം ബോർഡ് വലുതായിട്ട് കത്തത്തില്ല കേട്ടോ, അതുകൊണ്ടൊരു കുഴപ്പമുണ്ട്. ഓക്കെ, നെയിം ബോർഡ് ഒന്നും കത്തത്തില്ല. നമ്മുടെ ഈ ഇത് മാത്രമേ കത്തത്തുള്ളൂ. ഇനി ഇൻറ്റീരിയറൊക്കെ ഇപ്പോൾ കത്തുന്നുണ്ട് കേട്ടോ. നമുക്ക് ബസ് വഴി അങ്ങോട്ട് ഇറക്കിക്കൊണ്ട് പോകണം. നമ്മൾ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അടിവശം ഇനി ബസ്സിൻ്റെ ഒരു പ്രശ്നം, ഫ്രണ്ട് വശം ചെന്ന് എവിടെ തട്ടുമെന്ന് ആർക്കറിയാം. ഇവിടെ ഇനി ഇറങ്ങുമ്പോൾ അടുത്തത് ചേച്ചി നമുക്ക് അവിടെ നിർത്തി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തുകൊണ്ട് പോവാം. ഗേസ് ഇത് നമ്മുടെ ആരുടെയൊക്കെ സ്റ്റിക്കറൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. ആരുടെയെന്ന് എനിക്കറിയാം. നമ്മുടെ ഇൻറ്റീരിയർ ഫുള്ള് ബ്ലൂ കളറിലായിട്ടോ ചെയ്തേക്കുന്നത്. വണ്ടി ഇപ്പം നല്ല സ്പീഡ് കയറുന്നുണ്ട്. നമ്മൾ കുറച്ച് പണിയും കൂടെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ഈ വളവ് തന്നെ താഴോട്ടിറങ്ങും. വള നമ്മളിനി ഈ പണിയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ട്രിപ്പ് പോകാൻ എടുക്കുമായിരിക്കും. ഇനി വളവുള്ള പോകണം. ഭയങ്കര പാടാണ് വളയ്ക്കാനൊക്കെ. നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു പ്രോ റൈഡറായിട്ട് പിന്നെ അങ്ങ് പൊക്കോളൂ. നെക്സോൺകാരൻ ഭയങ്കര സ്ലോ ആണല്ലോ. ഇപ്പോൾ വണ്ടി വല്ലതും വരുമോ? സൂക്ഷിച്ചേ പോകാൻ പറ്റും. ഭയങ്കര പാടാണ്, പ്രത്യേകിച്ച് ബസ്സായതുകൊണ്ട്. ഇപ്പോൾ നെക്സോണിൻ്റെ കുറേ ഇടിച്ചേനെ. എനിക്ക് എന്താണ് ഇടയ്ക്ക് ബ്രേക്ക് അങ്ങ് കയറി ഔട്ട്. ഇത് കഷ്ടമാണല്ലോ. നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് കാണാം. നമ്മുടെ വീടെത്താറായിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് മുമ്പോട്ട് പോയിട്ട് റൈറ്റ് കയറണം.
ഇത് ഹൈവേ ഒന്ന് കയറുന്ന സ്ഥലമാണ്, അതുകൊണ്ട് സൂക്ഷിച്ചേ പോകാൻ പറ്റും. രാത്രി ആയോട്ടോ നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക്. ഒരു സ്വിഫ്റ്റ് നമ്മളിപ്പോൾ ഇടിച്ചേനെ. റൈറ്റോട്ട് പോവാ. നമ്മൾ ഇവിടുന്ന് തിരിച്ചാട്ടോ പോകുന്നത്, അല്ലെങ്കിൽ അവിടെ ചെന്ന് തിരിക്കാൻ ഭയങ്കര പാടാണ്. അവിടെ ചെറിയ റോഡല്ലേ. ഇവിടുന്ന് തിരിച്ചേക്കാം. നമ്മൾ ലൈറ്റൊന്നും ഓണാക്കി ഇടില്ല. അങ്ങോട്ട് റിവേഴ്സ് എടുത്ത് ഇനി പോകാൻ പറ്റും. ബൈക്കൊന്നും തട്ടാതെ പോവാ. ആ പറഞ്ഞതുപോലെ തന്നെ വീടെത്തിയപ്പോഴത്തേക്ക് ഒടുക്കത്ത മഴയും. ഇവിടാണ് നമ്മളെ വണ്ടി ഇടുന്ന സ്ഥലമൊക്കെ എടുത്തേക്കുന്നത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവർ ഇതെല്ലാം നോക്കിയിട്ട്. നമ്മുടെ വീട് വരുന്ന തൊട്ടപ്പുറത്താണ്. ഇതാണ് നമ്മുടെ വണ്ടി. നിങ്ങൾ ലൈറ്റ് വർക്കൊക്കെ ചെയ്തത് എങ്ങനെ ഉണ്ടെന്നൊന്ന് പറയണേ. പേരടിച്ചത് എങ്ങനെ ഉണ്ടെന്നൊക്കെ പറയണേ. നമുക്ക് ലൈറ്റ് ഒന്നും കൂടെ ഇട്ട് കാണിക്കാം. ടോപ്പ് ലൈറ്റൊക്കെ ഇങ്ങനെ മിന്നി കത്തും. അടിപൊളിയല്ലേ? ഫ്രണ്ട് കാണാൻ എന്താ ലുക്കൊക്കെ ഒറിജിനലായിട്ട്. ഇൻറ്റീരിയർ നല്ലപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ അവിടെ മിന്നി കത്തുന്നുണ്ട്, കറയും കത്തുന്നു. അതൊക്കെ ഉണ്ട് സാധനം. സൈഡ് ഇൻറ്റീരിയർ വലിയ സബ്ബൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങളത് കാണിച്ചിട്ടില്ല. അടുത്ത ട്രിപ്പ് എടുക്കാൻ പോകുമ്പോൾ നമുക്ക് കാണിക്കാം. നമുക്ക് വോക്കലൊക്കെ ഇടാം. ഇതാണ് ബാക്ക്. ഇവിടെ താഴെയായിട്ടൊരു എക്സ്ട്രാ ഫിറ്റിങ്സേ ഉള്ളൂ. വലിയ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.